പാവം വവ്വാല് തലകീഴായി, അല്ലാതെ തലകുത്തി നടക്കണത് അത്ര നല്ല കാര്യമൊന്നുമല്ല, തലകീഴായി തൂങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് നമുക്കിത്ര വിരോധം, വൈറസിന് ഇത്ര സ്നേഹം. തൃശ്ശൂര് അമ്മാടത്ത് ഒരു ഡോക്ടർ മാധവൻ, അദ്ദേഹത്തിൻ്റെ PhD വവ്വാലിലാണ്, പഴന്തീനി വവ്വാലിലാണ്. ധാരാളം കുട്ടികൾ ചൈനയിൽ നിന്ന് വരെ വവ്വാലിനെ കുറിച്ച് പഠിക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരും. അങ്ങനെയായപ്പോൾ അദ്ദേഹം വീട്ടിൽ തന്നെ വലിയൊരു കൂടുണ്ടാക്കി വവ്വാലുകൾ അതിൽ വളർത്തുകയാണ്. ദിവസവും അദ്ദേഹം ഉള്ളിൽ കയറി വവ്വാലുകൾക്ക് പഴം കൊടുക്കും. ഞാൻ ചെന്നപ്പോൾ ഞാനും കയറി. ഞങ്ങൾക്കാർക്കും നിപ്പയും വന്നില്ല, കപ്പയും വന്നില്ല, ഒരു കുഴപ്പമുണ്ടായില്ല. അദ്ദേഹം ഇത്രയും കാലമായിട്ട് പഴന്തീനി വവ്വാലുകളുടെ പുറകെ. അദ്ദേഹത്തിൻ്റെ മകളും ഡോക്ടറേറ്റ് എടുത്തുള്ളത് പഴന്തീനി വവ്വാലിലാണ്. ഇപ്പോൾ തട്ടിപ്പ്. സെൻട്രൽ ഇന്റലിജൻസിൽ നിന്ന് എന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചു. എന്താണ് ഇങ്ങനെയൊക്കെ പറയണത്, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് വളരെ നല്ല കാര്യം, സന്തോഷം, പറയാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തു. സമഗ്രമായ ഒരു പോലീസ് അന്വേഷണം, CBI അന്വേഷണം ഈ നിപ്പ പ്രഖ്യാപനത്തിന്റെ പിന്നിൽ വേണം. ഇപ്പൊ ഏതെങ്കിലും ഒരു അലോപ്പതി ഡോക്ടർക്ക് അങ്ങോട്ട് തോന്നുക, അയാൾ അങ്ങോട്ട് പറയുക, ഇത് പനിക്ക് പാരാസെറ്റമോൾ കൊടുക്കാൻ പാടില്ല, പനിക്ക് മരുന്ന് കൊടുക്കാൻ പാടില്ല, ഫീവർ ആസ് എ ഡിഫെൻസീവ് അഡാപ്റ്റേഷൻ, ഡേവിഡ്സൺസ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ എന്ന പുസ്തകത്തിൽ, MBBS സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ ഫീവർ ആസ് എ ഡിഫെൻസീവ് അഡാപ്റ്റേഷൻ എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനമാണ് പനി, രോഗപ്രവർത്തനം അല്ല. രോഗത്തെ ഇല്ലാതാക്കാൻ, രോഗം മാറ്റാൻ, അവയവങ്ങൾ നശിക്കാതിരിക്കാൻ, അണുക്കൾ ഉണ്ടെങ്കിൽ വേണ്ടാത്തതുണ്ടെങ്കിൽ പെരുകാതിരിക്കാൻ, വൈറസ് ഉണ്ടെങ്കിൽ വേണ്ടാത്തതുണ്ടെങ്കിൽ പെരുകാതിരിക്കാൻ, വിഷാംശങ്ങൾ കടന്നാൽ കത്തിച്ചു കളയാൻ, ടെമ്പറേച്ചർ കൂട്ടുകയാണ്. ഹൈപ്പോതലാമസിന്റെ തെർമോ റെഗുലേറ്ററി ഫങ്ഷൻ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതാണ് പനി. പനി ഒരു രോഗമാണ് എന്നേതെങ്കിലും ഒരു ഡോക്ടർ തെളിയിച്ചു തന്നാൽ ഞാൻ അന്ന് എൻ്റെ പ്രകൃതി പ്രവർത്തനം നിർത്താം. പനി മരുന്ന് കൊടുത്ത് കുറപ്പിക്കേണ്ട ഒരപകടമാണ്, ഒരു ദുരവസ്ഥയാണ് എന്ന് ഏതെങ്കിലും ഒരു ഡോക്ടർ തെളിയിക്കാമെങ്കിൽ, അയാൾ പഠിച്ചിട്ടുള്ള മെഡിക്കൽ ടെക്സ്റ്റുകൾ വെച്ച് തെളിയിക്കാമെങ്കിൽ ഞാൻ എൻ്റെ പ്രകൃതി ചികിത്സാ പ്രവർത്തനങ്ങൾ അന്ന് നിർത്താം. എൻ്റെ പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങൾ 7 പ്രകൃതി ചികിത്സാ കേന്ദ്രമുണ്ട് ഇവിടെ, സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ളതടക്കം 7 പൂട്ടാം. The role of fever in the defense reaction is not clear. അല്ല, ശാസ്ത്രമല്ലേ, ഒക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതല്ലേ. 10-200 കൊല്ലം റിസർച്ച് ചെയ്തിട്ടും ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനത്തിൽ പനി വഹിക്കുന്ന പങ്കെന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന്. ഇനി ഇവൻ എങ്ങനെയാ ചികിത്സിക്കുക? എന്നിരുന്നാലും കൂടി നിൽക്കുന്ന പനിയുടെ ചൂടിൽ സിഫിലിസിന്റെ അണുക്കളായ ട്രിപ്പോണിമ പാലിഡം ചത്തുപോകുന്നതായി there are suggestive evidence. പിന്നെ കാര്യങ്ങൾ, അതിനടുത്ത വാചകം രസകരമാണ്. കാര്യങ്ങളൊക്കെയാണെങ്കിൽ however പനിക്ക് മരുന്ന് കൊടുക്കുന്നതിലൂടെ പനിയുടെ പ്രയാസങ്ങളും രോഗിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നുണ്ട്. It will impress the patient and the relatives favorably about the therapeutic capability of the doctor. രോഗിയുടെ വേദനയും പ്രയാസമൊക്കെ പനിക്ക് മരുന്ന് കൊടുത്ത് മാറുമ്പോഴേ ഡോക്ടർക്ക് ചികിത്സിക്കാനുള്ള കഴിവിൽ രോഗിക്കും ബന്ധുക്കൾക്കും ഒരു മതിപ്പുണ്ടാകുന്നുണ്ടെന്ന്. നന്നാവില്ലേ? ഇതിലും ഭേദം വഴിവക്കിൽ നിൽക്കുന്ന എന്താണ് കൈ ചപ്പടി വിദ്യക്കാരൻ എത്രയോ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇതിനൊക്കെ ശാസ്ത്രം എന്ന് വിളിച്ചത് ആരാണ്? മെഡിക്കൽ സയൻസ് പുസ്തകങ്ങളിൽ നിന്ന് കരയുകയാണ്. മെഡിക്കൽ സയൻസ് ഈസ് ഡിഫറെന്റ് ദാൻ ദ പ്രസന്റ് പ്രാക്ടീസ്. അൺഫോർച്ചുനേറ്റ്ലി, because it doesn't have any commercial viability. ആശുപത്രി നടത്തിക്കൊണ്ടുപോകണമെങ്കിലേ, ഇവിടുത്തെ കുഞ്ഞാശുപത്രി ഒന്ന് തുറന്നു വെക്കണമെങ്കിൽ ഒരു ദിവസം എത്ര രൂപ വേണം? കറണ്ട് കാശ്, ഡോക്ടർമാരുടെ നഴ്സിൻ്റെ ഒക്കെ ശമ്പളം, കോടികൾ വേണം.
ചെല്ലണവന് മരുന്ന് കൊടുക്കാണ്ട് പനി നിന്റെ രോഗം മാറ്റാൻ വന്നതാണെന്നൊക്കെ മെഡിക്കൽ തിയറി പറഞ്ഞു വിട്ടാലേ ശരിയാകത്തില്ല. ഉണ്ട് കോവിഡ് എന്താണ്, നിപ്പ എന്താണ്, വരികൾക്കിടയിലൂടെ വായിച്ചു പഠിക്കാൻ തയ്യാറാവണം.